സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ആഘോഷമാണ്, ഏതെല്ലാം ആഭാസങ്ങളാണ്. കല്യാണത്തിന്റെ പേരിൽ, സൽക്കാരത്തിന്റെ പേരിൽ, ബർത്ത്ഡേയുടെ പേരിൽ, പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ പേരിൽ, പെണ്ണ് കാണാൻ വരുന്നതിന്റെ പേരിൽ, മിഠായി കൊടുക്കുന്നതിന്റെ പേരിൽ, മോതിരമിടുന്നതിന്റെ പേരിൽ, കാതുകുത്തുന്നതിന്റെ പേരിൽ, പ്രസവത്തിന്റെ പേരിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം രൂപത്തിലുള്ള ആഭാസങ്ങളാണ് ഇപ്പൊ ചില ഉമ്മമാര് തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. കുട്ടികൾക്കും മറ്റുമൊക്കെ മൂക്ക് കുത്തുന്ന ഒരു ഏർപ്പാട്. ഇത് മതത്തിൽ നീതീകരിക്കാൻ സാധ്യമല്ല. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ചില ഉമ്മമാരൊരു സംശയം ചോദിച്ചു വിട്ടു. മൂക്ക് കുത്തുന്നതിന്റെ വിധി എന്താണെന്ന് ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുന്ന് രചിച്ചിട്ടുള്ള തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് പറയുകയാണ്, വയൽഹറു ഫീ ഖർഖിൽ ലംഫി ബിഹൽഖത്തിൻ തുഅമലു ഫീഹി മിൻ ഫില്ലത്തിൻ ഔ ദഹബ്. സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ മൂക്കിന് ദ്വാരമുണ്ടാക്കിയിട്ട് വട്ടക്കണ്ണികളോ മറ്റോ മൂക്കിൽ ഇടുന്നത് അന്നഹു ഹറാമുൻ മുത്ലഖാ, അത് നിരുപാധികം നിഷിദ്ധമാണ്, അത് ഹറാമാണ്. ഉമ്മമാരെ, പുതിയ സമ്പ്രദായം ഹറാമാണ് കേട്ടോ. ശാഫിഈ മദ്ഹബിൽ തെളിവില്ല കേട്ടോ. ഇബ്നുൽ ഹൈതമി റഹിമഹുല്ലാഹ് പറയുകയാണ്, കാരണം എന്തേ? സാധാരണഗതിയിൽ സഹോദരിമാർക്ക് അവര് ഭംഗി പ്രദർശിപ്പിക്കേണ്ടവരുടെ മുന്നിൽ ഭംഗി പ്രദർശിപ്പിക്കാം, ഭർത്താവിന്റെ മുന്നിൽ ഭംഗി പ്രദർശിപ്പിക്കാം. എന്നാൽ ലിഅന്നഹു ലാ സീനത ഫീ ദാലിക, മൂക്ക് കുത്തുക എന്നത് ഭംഗിയായിട്ട് ഗണിക്കപ്പെടാൻ കഴിയില്ല. എന്നാൽ കാതുകുത്തുക എന്നത് അത് ലോകത്ത് മുഴുവൻ ഒരു ഭംഗി പ്രകടനമായിട്ട്, സൗന്ദര്യ പ്രകടനമായിട്ട് പറയുന്നതാണ്. ഇമാം ഹൈതമി റഹിമഹുല്ലാഹ് കാരണം പറയുന്നുണ്ട്, ഫഇന്നഹു, കാതുകുത്തൽ അനുവദനീയമായത്, ഫഇന്നഹു സീനത്തുൽ ലിന്നിസാഇ ഫീ കുല്ലി മഹല്ലിൻ, എല്ലാ നാട്ടിലും സ്ത്രീകൾക്ക് കാതുകുത്തൽ അതൊരു ഭംഗിയാണ്. എന്നാൽ മൂക്കുകുത്തൽ എല്ലാ നാട്ടിലും ഭംഗിയുള്ളതായിട്ട് ഗണിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മൂക്കുകുത്തൽ ഹറാമാണ്. ഇത് ഇമാം ശാഫിഈ തങ്ങളുടെ മദ്ഹബിലെ ലോക പ്രശസ്ത ഗ്രന്ഥമായ മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹയുടെ തുഹ്ഫയുടെ ഉദ്ധരണിയാണ്. ഫതുഹുൽ മുഈനിലും സമാനമായ ഉദ്ധരണികൾ കാണുന്നുണ്ട്. ഇപ്പൊ ചില ഉമ്മമാരെ ഏർപ്പാടാണ് കുട്ടികൾക്കും അല്ലാതെയൊക്കെ മൂക്ക് കുത്തുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരോ ആ വിഷയം ചോദിച്ചു, ചില സഹോദരിമാര് ആ വിഷയം ചോദിച്ചു എന്ന് പറഞ്ഞു. അതടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത്. അത് പാടില്ല എന്ന് വ്യക്തമായി മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.